ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ ഉണക്കക്കൊഞ്ച് ഉലർത്താണ് കേട്ടോ. റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. നമ്മുടെ റിലേറ്റീവ്സൊക്കെ എബ്രോഡൊക്കെ ഉണ്ടെങ്കിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഒരു 6 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഇപ്പോൾ രാവിലെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഈസി ആയിട്ട് ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ കൊഞ്ച് ഉലർത്ത്, ഉണക്ക കൊഞ്ച് ഉലർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. റെസിപ്പിയിലോട്ട് പോകാം. ഒരു 250 ഗ്രാം ഉണക്കക്കൊഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു മൺചട്ടിയിലിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ചൂടാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുകയാണ്. കൊഞ്ചെല്ലാം ചൂടാക്കി എടുത്തതിന് ശേഷം ആ സെയിം മൺചട്ടി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും കത്തിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ല പോലെ വൃത്തിയാക്കി എടുത്ത കൊഞ്ച് ഞാൻ ആ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും ഒരു 1/2 കപ്പ് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് നല്ല മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഒന്ന് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ കൊഞ്ച് റോസ്റ്റ് ആ ഉലർത്തിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഞാൻ ഒരു 20 മിനിറ്റിന് ശേഷം ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമെല്ലാം നല്ല പറ്റി വരണവരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം എടുത്തായിരുന്നു. നല്ല ഒരു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്തു. നല്ല പോലെ വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ട് കൊഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കടായിയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വരട്ടെ. ഈ സമയം ഞാനിവിടെ ഒരു 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിൽ സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൈ നിറയെ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സ് ആഡ് ചെയ്യാം കേട്ടോ. എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നീളത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നല്ല പോലെ ഫ്രൈ ചെയ്യണം കേട്ടോ തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. ഒരാഴ്ചയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമുക്കൊരു 20-25 ചെറിയുള്ളിയും കൂടെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയുള്ളി ഉപയോഗിച്ചിട്ടില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെച്ച് കൊടുക്കല്ലേ. നല്ല ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണ് കേട്ടോ. 5 മുതൽ ഒരു 7 ദിവസം വരെയൊക്കെ നമുക്ക് വെച്ച് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊഞ്ച് വേവിക്കുന്ന സമയത്ത് അതിലോട്ടൊരു 3-4 പീസ് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുത്ത് വേവിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് കുടംപുളി ചേർത്ത് വേവിക്കാത്തത്. അപ്പോൾ ഈ കൊഞ്ചിനൊരു പുളിപ്പ് രസം കിട്ടാനും ഒരു ലോങ് ടൈം സ്റ്റോർ ചെയ്യാനൊക്കെ ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുടംപുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 5 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഉപ്പ് നോക്കിയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ വിനീഗറാണ്. ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വിനീഗറും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പുളിപ്പ് രസമൊക്കെ നമ്മുടെ ഈ ഒരു ഉലർത്തിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. വിനീഗർ ചേർത്തതിന് ശേഷം ഒരു കുറച്ച് ഉപ്പും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഉലർത്താണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ പച്ചമുളകോ ഒക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു. ബൈ.